മാധ്യമങ്ങളിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സെക്കൻഡ് പോലും ആ ക്രിമിനലിന്റെ മുഖത്തെ ചിരി മാഞ്ഞിട്ടില്ല. എന്താണ് ഈ ചിരിയുടെ അർത്ഥം? ഒന്നുകിൽ ഉള്ളിലെ പ്രയാസങ്ങളും മാനസിക സംഘർഷങ്ങളും മറയ്ക്കുവാനുള്ള ഒരു മുഖംമൂടി, അല്ലെങ്കിൽ തെളിവുകളെല്ലാം തനിക്കെതിരാണ് എന്നറിഞ്ഞിട്ടും രാഷ്ട്രീയത്തിലെ തന്റെ പ്രിവിലേജും സ്വാധീനവും വെച്ചിട്ട് കേസ് എത്രത്തോളം വഷളായാലും അതിൽ നിന്നൊക്കെ താൻ ഊരിപ്പോരും എന്നുള്ള ധാർഷ്ട്യം. അതുമല്ലെങ്കിൽ ഇനിയും അതിജീവിതകളുടെ എണ്ണം എത്ര കൂടിയാലും കുറച്ചു നാളൊന്ന് ജയിലിൽ കഴിയേണ്ടി വരുമായിരിക്കും. അത് കഴിഞ്ഞും താൻ പന പോലെ വളരുമെന്ന വിശ്വാസം. എന്തൊരു തൊലിയാടാ നിനക്ക്, ഉളുപ്പില്ലേ എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ പ്രതിഷേധക്കാർ. അതെ, ഈ മനുഷ്യന്റെ തൊലിക്കട്ടി അപാരം തന്നെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ പോലും ഇത്ര കണ്ടിട്ടില്ല. തന്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച രാജ്യത്തിന് വന്നതിന് ശേഷം മാധ്യമങ്ങളെയും അവരുടെ ചോദ്യങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ മോദി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാറാണ് പതിവ്. എന്നാൽ പ്രതിഷേധക്കാർ ചോദിച്ചതുപോലെ ഒട്ടും ഉളുപ്പില്ലാതെ ചെയ്ത തെറ്റിന്റെ വ്യാപ്തി എന്താണെന്ന് ഒരു തരി പോലും മനസ്സിലാക്കാതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് മാധ്യമങ്ങളെയും ജനങ്ങളെയും നേരിടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന അയോഗ്യനായ MLA മാത്രമേ സാധിക്കൂ. കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെടണം എന്ന് KB ഗണേഷ് കുമാർ. ഇപ്പൊ എല്ലാവർക്കും ആഗ്രഹം ഒരാളെ പിടിച്ചോണ്ട് ജയിലിൽ ഇട്ടിട്ടുണ്ട്, അയാൾക്ക് ജാമ്യം കിട്ടുമെന്ന് അറിയാനുള്ള വലിയ ആകാംക്ഷയിലാണ്. അയാളെ ഒന്ന് എങ്ങനെയെങ്കിലും ഇറക്കി കൊണ്ടുപോകണമെന്നാണ്. അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ. കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അയാളെ പുറത്തു പോകാൻ പറയൂ. ഞങ്ങളുടെ യൂറോപ്പിൽ കിട്ടിയ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാവിന് ധൈര്യമില്ലാണ്. എന്തോ ഒരു പേടിയുണ്ട്, എന്തോ ഒരു സാധനം ഏതാ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ആകെ പെട്ടുപോയത് VD സതീശനാണ്. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിലില്ല. രാഹുലിനെതിരെ പരാതി പോലും ഇല്ലാതെയാണ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. MLA സ്ഥാനം ഒഴിയണമെന്ന് കോൺഗ്രസിന് ആവശ്യപ്പെടാനാകില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ്. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പക്ഷേ MLA സ്ഥാനം ഒഴിയണമെന്ന് കോൺഗ്രസിന് ആവശ്യപ്പെടാനാകില്ല. അതെന്താ അങ്ങനെ? അപ്പോൾ ഗണേഷ് കുമാർ പറഞ്ഞതിൽ കാര്യമുണ്ട്. സ്റ്റേജിന്റെ പുറകിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ZEDCO ന്യൂസ്.